ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇസ് ദുൽഖർ സൽമാൻസ് സ്മാർട്ട് കസിൻ മക്ബൂൽ സൽമാൻ. ഓ എന്തൊരു പുഞ്ചിരി. പണ്ട് മമ്മൂട്ടിയുടെ അനിയന്റെ മോനായിരുന്നു, ഇപ്പൊ ദുൽഖർ സൽമാന്റെ അനിയനായി. അതിന്റെ ഒരു സന്തോഷം. ബിക്കോസ് ഞാനത് പറഞ്ഞു ബിക്കോസ് ഐ നോ യു വെരി ക്ലോസ് ടു ദുൽഖർ അല്ലേ. ഞങ്ങള് ചെറുപ്പം മുതൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് കസിൻ ഒക്കെ ദുൽഖറാണ്. ഞാൻ എല്ലാം പഠിക്കുന്നതും എല്ലാം അറിയുന്നതും ദുൽഖറിൽ നിന്നാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം ആദ്യത്തെ സിനിമ ഒരു ഹാൻഡിക്യാം ഉണ്ടായിരുന്നു ചാൽക്കാക്കാക്ക്. അതിൽ നിന്നാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയുന്നത്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ അഭിനയിക്കും, ഞങ്ങൾ തന്നെ ഇരുന്ന് കാണും, ഞങ്ങൾ തന്നെ കൈയടിക്കും. ഇങ്ങനത്തെ പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ചാൽക്കാക്ക് 10th പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഹാൻഡിക്യാം ഒക്കെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എൻ്റെ മൂത്താപ്പാടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഗാഡ്ജറ്റ് ഒക്കെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ സാധനം കൈ കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം സ്വന്തമായിട്ട് സിനിമ എടുത്തു. ആ ക്യാമറ മുമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ക്ലോസ് ആണ് എല്ലാ കാര്യത്തിലും. ചാലുക്ക എന്ന് പറയുന്നുണ്ട്. ചാലുക്ക എന്ന് പറഞ്ഞാൽ എന്റെ ചാലുക്ക മലയാള സിനിമയുടെ ദുൽഖർ സൽമാൻ. ഓക്കെ. ആൻഡ് മക്ബൂലിന്റെ എന്റെ ചന്തു. ഇതെങ്ങനെയായത് യാതൊരു സാമ്യമില്ലല്ലോ. അതെല്ലാരും ചോദിക്കണ്ട രണ്ട് ചോദ്യമാണ്. എന്താണ് ഈ ചാലു ചന്തു? അതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താണ് മക്ബൂൽ സൽമാൻ ദുൽഖർ സൽമാൻ? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മിക്ക കാര്യങ്ങളിലും ഈ ഒരു ഇതുണ്ട്, ഈ ഒരു ചേർച്ചയുണ്ട്. പേരിൽ മക്ബൂൽ സൽമാൻ ദുൽഖർ സൽമാൻ. ഞങ്ങളുടെ ബർത്ത് ഡേറ്റ് രണ്ടും ഒന്നാണ്, July 28. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എല്ലാവരും പറഞ്ഞാൽ ചാലക്കാക്കയുടെ ബർത്ത്ഡേ ഓർക്കണമെന്നുണ്ട്. ഓക്കെ, ഇന്ന് ചാലുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് ചന്തുവിൻ്റെ ബർത്ത്ഡേ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ള കസിൻസിനൊക്കെ അതുകൊണ്ട് ഭയങ്കര വിഷമം. കാരണം ചാലക്കാക്കയുടെ ബർത്ത്ഡേ എല്ലാവരും ഓർക്കുന്നതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ഓട്ടോമാറ്റിക്കലി ഓർക്കും. പിന്നെ ചാലക്കാക്ക സിനിമയിൽ വന്നത് സെക്കൻഡ് ഷോ. ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് ഹീറോ ആവുന്നത് മാറ്റിനി. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഹീറോ ആക്കുന്ന AOPL കമ്പനി. അങ്ങനെ ഒരുപാട് ചേർച്ചകളുണ്ട് ഞങ്ങൾ തമ്മിൽ. ക്യാരക്ടർ നിങ്ങൾ തമ്മിൽ ട്രേറ്റ്സ് എന്തെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഞാൻ എന്നും ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചാലക്കാക്കനെ പോലെയാണ്. ചെറുപ്പം പോലെ ചാലക്കാക്കനെ പോലെ നടക്കണം, ചാലക്കാക്കനെ പോലെ സംസാരിക്കണം. ഞാൻ ഒരുപാട് സംസാരിക്കും, പക്ഷെ ചാലക്കാക്ക കുറച്ച് കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. 2012 മുതൽ ആക്റ്റീവ് ആണല്ലേ ഫിലിം ഇൻഡസ്ട്രിയിൽ. ലക്ക് എന്തോ ഇമ്പോർട്ടന്റ് ആണ് മക്ബൂൽ ഇൻ യുവർ ലൈഫ്? ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സിനിമയിൽ വന്നത് തന്നെ എൻ്റെ ഒരു ലക്കാണ്. കാരണം ഒരിക്കലും മൂത്താപ്പാടെ പേരോ എൻ്റെ വാപ്പച്ചിയുടെ പേരോ യൂസ് ചെയ്തിട്ടല്ല ഞാൻ സിനിമയിൽ വന്നത്. തന്നെ ഞാൻ സാജൻ സാറിനെ AK സാജൻ സാറിൻ്റെ അസുരത്താണ് ഫസ്റ്റ് മൂവി. അപ്പോൾ അതിൽ ആസിഫ് അലി ഹീറോ. സാറ് പറഞ്ഞു നല്ലൊരു ക്യാരക്ടർ തരാം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോൾ ക്യാരക്ടർ ഇല്ല. അപ്പോൾ ഞാൻ പൂജയ്ക്ക് പോയി, സാർ എൻ്റെ ക്യാരക്ടർ ഇതിലില്ല, അടുത്തതിൽ നോക്കാമെന്നാണ്. ശരി, അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടത്തിലില്ല. പക്ഷെ ഒരു സൺഡേ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് എന്താ നാളെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ലൊക്കേഷനിലോട്ട് വന്നു എന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അഭിനയിക്കുന്നുണ്ടെന്നോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് ക്യാരക്ടർ, ചെയ്യണം. ആസിഫിന് എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് അറിയാം. ലൈക്ക് വി വേ ഗുഡ് ഫ്രണ്ട്സ്, നൗ വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ആസിഫിനെ എനിക്ക് അന്ന് പോലെ അറിയാം. അപ്പോൾ ആസിഫൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അഭിനയിക്കാൻ. എന്നെ സാറിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വലിയൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് മാറ്റിനി കിട്ടുന്നത്. അത് AOPL, നേരത്തെ പറഞ്ഞ പോലെ ദുൽഖർ സൽമാൻ ലോഞ്ച് ചെയ്ത അതേ കമ്പനി എന്നെ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മാറ്റിനിക്ക് ശേഷം ഞാൻ വിചാരിച്ച പോലെ ഒന്നും പല സിനിമകളും വന്നില്ല എൻ്റെ. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടാകും, പക്ഷേ സിനിമ വരുമ്പോൾ ആ ഒരു ഔട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ലക്ക് ഇതായിരിക്കും. കാരണം ചിലപ്പോൾ ഈ വർഷം 2015 എൻ്റെ ലക്ക് ഇയർ ആയിരിക്കും. Okay, what is your plan B, Maqbool? ഇതുവരെ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും സിനിമ തന്നെയാണ്. ലൈക്ക് സിനിമ അല്ലാണ്ട് വേറൊരു പണി എനിക്ക് ചെയ്യാൻ അറിയാം. സത്യം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സിനിമ ആഗ്രഹം വന്നത് 10th സ്റ്റാൻഡേർഡ് മുതൽ. 10th ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ടീച്ചർമാർ തന്നെ എന്നെ ചീത്തയാക്കിയത്. എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടി എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താ പറയും, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടവർ, ഇവർ പിന്നെ പോകാൻ സിനിമയെങ്കിലും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് കോളേജിൽ പോയപ്പോൾ ഇത് തന്നെയായിരുന്നു. കാരണം ബാംഗ്ലൂർ പഠിച്ചപ്പോൾ എനിക്ക് 2 മലയാളി പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറയും ഇവൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഇവർ നേരെ സിനിമയിലോട്ട് പോകും, നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ടു വരും. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്നാൽ സിനിമ തന്നെ. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നു പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരി, എന്നാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകാം. ഞാൻ സെക്കൻഡ് ഇയറിലേ വിളിച്ച് പറഞ്ഞു വീട്ടിൽ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, പക്ഷെ ഒരിക്കലും എൻ്റെ അടുത്ത് ഹോട്ടലിൽ ജോലിക്ക് പോകാൻ പറയുന്നത് എനിക്ക് പറ്റൂല, ഞാൻ സിനിമയിൽ അഭിനയിച്ചോളാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സിനിമ ആഗ്രഹം വീട്ടിൽ പറയുന്നത്. പക്ഷെ വീട്ടുകാരും സപ്പോർട്ടായിരുന്നു. ഞാൻ മൂത്താപ്പടുത്തും പറഞ്ഞിരുന്നു റെക്കമെൻഡ് ചെയ്യണ്ട, എന്നൊരു ഓഡീഷനൊക്കെ നടത്തി കണ്ടു, ഞാൻ പറ്റുമെങ്കിൽ മതി, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ സിനിമയിൽ എന്തെങ്കിലും ഒന്നും ആകാതെ പോയി കഴിഞ്ഞാൽ പിന്നെ മൂത്താപ്പടുത്ത് പറയും, മൂത്താപ്പനെ പറ്റി പറയും, മമ്മൂട്ടി അതിനായിട്ട് വന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ അത് വേണ്ട. എനിക്ക് ഫസ്റ്റ് സിനിമ തന്നെ ഒരു ബ്രേക്ക് ആയിരുന്നു. അസുരവിത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം മാറ്റിനിയായി അങ്ങനെ. പിന്നെ അതിനിടയ്ക്ക് 2-3 ജോലിക്ക് പോയി. അപ്പോഴും എനിക്ക് മനസ്സിലായി ഹോട്ടൽ മാനേജ്മെൻറ്റ് എനിക്ക് പറ്റിയ പണിയല്ല. കാരണം ഒരിടത്ത് ഞാൻ 2 മാസം തയ്ച്ചിട്ടില്ല. പിന്നെ വാപ്ചി തമാശയ്ക്ക് പറയായിരുന്നു, കാരണം ഒരിടത്തെങ്കിലും സാലറി മേടിച്ചിട്ട് നീ ഒന്ന് പുറത്തു പോവാ. അപ്പോൾ മാറ്റിനിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, ഐ നോ ഇറ്റ്സ് ബീൻ ക്വൈറ്റ് എ വൈൽ അല്ല ചെയ്തിട്ട്. ഇപ്പോഴും ആക്ച്വലി ഞാൻ ആ സിനിമ കാണുന്ന ഐ ഷുഡ് ബി ട്രൂത്ത്ഫുൾ, ഐ സോ ഇറ്റ് ഓൺ TV ആക്ച്വലി ആൻഡ് ഐ തോട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. നല്ലൊരു സിനിമയാണ്. You've done really well. Thank you. No, genuine compliment. Why do you think nothing happened after that? മാറ്റ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഹീറോ ദാറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് ലോഞ്ച് ഐ ഹാവ് എവർ ഗോട്ട്. ലൈക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു ആ അത്രയും ലോഞ്ച് ഇപ്പോൾ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയും എന്താ പറയുക സോഷ്യലി ഇത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ശരിക്കും നടക്കുന്ന കഥ, അല്ലെങ്കിൽ സിനിമയിൽ നടന്നിരുന്ന കഥയാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഫസ്റ്റ് ടൈം ചെയ്യാൻ, ലൈക്ക് ആദ്യത്തെ മൂവി തന്നെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിസ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആ റെസ്പോൺസ് നമുക്ക് തിയേറ്ററിൽ നിന്നും കിട്ടി. കാരണം റിലീസായ എല്ലായിടത്തും സിനിമ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്, കാരണം ചാനൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ വിളിച്ചിട്ട് അപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് മാറ്റ്നി നല്ല സിനിമയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത പല പടങ്ങളും എനിക്ക് തോന്നുന്നു മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ചില സിനിമകൾ ഇറങ്ങിയത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു. ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ DVD ഷോപ്പിൽ ചെന്നപ്പോൾ ഉണ്ട് ഇതിൻ്റെ, ഞാൻ ഈ പടം ഇറങ്ങിയോ, അത് കമ്മിങ് സൂൺ ആണോ, ഇല്ല ഇറങ്ങിയല്ലോ, CD ഇറങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടത്. എനിക്ക് തോന്നുന്നു അത് ഓഡിയൻസിലോട്ട് എത്തിക്കാനുള്ള ചിലപ്പോൾ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ഇല്ലാത്തതിൻ്റെ. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെന്ന് അറിയിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാക്സിമം ഇത് കിട്ടുള്ളൂ, ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഒരു ഇത് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു പാളിച്ചൊക്കെ ആയിരിക്കണം. ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടനായിട്ടല്ലേ. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ശരിക്കും അവരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കോ? അവിടെ കണ്ണ് കണ്ടാ അറിയാം അയ്യോ പാവാന്ന്. ഈ ആ സിനിമാന്റെ പുതു മറുനാളെ മോനെ.